ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, സെൽഫ് ലവ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ് ഞാൻ മെയ് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുന്നില്ല അധികം, വളരെ വളരെ കുറവേ എടുക്കുന്നുള്ളൂ. ഓക്കെ, പറ്റുന്നില്ല, സമയങ്ങളെല്ലാം കൂടി ശരിയാവുന്നില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാനും ആക്ച്വലി ചിലത് പഠിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ പിന്നെ സെൽഫ് ലവിൻ്റെ ക്ലാസ്സും കൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും എനിക്ക് ടൈം ഉണ്ടാവില്ല റീഡിങ്സിന്. കാരണം എനിക്ക് കുറച്ചുകൂടി പഠിക്കാനൊക്കെ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ ജ്യോതിഷപ്രകാരം ഒന്ന് നോക്കാനുള്ളതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്ലാസ് ഉണ്ട്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിലേക്കൊക്കെയാണ് ഇപ്പോൾ കുറച്ച് താല്പര്യം വരുന്നത്. അതുകൊണ്ടാണ്. സോ പേഴ്സണൽ റീഡിംഗ് ആയിട്ട് അധികം എടുക്കില്ല, ഞാൻ വളരെ കുറവേ എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ തന്നെ വെയിറ്റിംഗ് ആയി പോവും. ഞാൻ സെൽഫ് ലവ് ഗ്രാറ്റിറ്റ്യൂഡ് ക്ലാസ്സിൻ്റെ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിക്കാൻ തുടങ്ങുക, നമ്മൾ ഉള്ളതിന് നന്ദി പറയുക, ദൈവത്തിനോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒരു ഡെവലപ്മെൻറ്റ് സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തൊരു പ്രോബ്ലവും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ഇവിടുന്ന് ഒരു തുടക്കം കിട്ടും. ഓക്കെ, എനിക്കത് വളരെ ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സ്ട്രെസ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ ഓക്കെ, അപ്പം നമുക്കിന്ന് മേജർ ആർക്കാനയിൽ നിന്ന് നോക്കാം. നിങ്ങളുടെ ഗൈഡൻസിൽ ഇന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു 3 ബ്ലെസ്സിങ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, 3 കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന എന്താണെന്ന് നോക്കാം. ഒരു 3 കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ മേജർ ആർക്കാനയിൽ നിന്ന് എടുക്കാം. പ്ലസ് ഞാൻ ജസ്റ്റ് മെസ്സേജസ് ആയിട്ടാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ആരോ എടുക്കുന്നില്ല. ഓക്കെ, വേൾഡ് 3 കാര്യങ്ങൾ മതി അല്ലേ? ജസ്റ്റ് 3 കാർഡ്സ് എടുക്കാം. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ നോക്കാം. ഓക്കെ, ലവേഴ്സ് ആൻഡ് ദ വീൽ ഓഫ് ഫോർച്യൂൺ. ഗുഡ്, വെരി നൈസ്. ബാലൻസ്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വരുന്നു എന്ന് പറയാം. ഓക്കെ, ഒരു ബാലൻസ് കൊണ്ടുവരാനുള്ള സാധ്യതയാണ്. ചില എൻഡിങ്സ് ഉണ്ടാവും. ഓക്കെ, ചില എൻഡിങ്സ് നിങ്ങളുടെ ലൈഫിൽ നടക്കും. അത് ഐ തിങ്ക് നമ്മുടെ ഗൈഡൻസിൽ ഇന്നലെയും കൂടെ പറഞ്ഞു ഞാൻ, ഒരു ചിലത് എൻഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ചിലത് എൻഡിങ് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസ് വരുന്നതായിട്ടാണ് കാണുന്നത്. അതൊരു വലിയ ബ്ലെസ്സിങ് തന്നെയാണ്. ഓക്കെ, നമ്മളൊന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുക, നമ്മളെ കാര്യങ്ങൾ എല്ലാം ഒന്ന് സ്മൂത്തായിട്ട് നടന്നു പോവുക, അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ അത് ഒരുപാട് ഇമോഷണലൊക്കെ ആവാതെ. എന്തെങ്കിലും നമ്മൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താണ്, നമ്മൾ ഒരുപാട് ഇമോഷണൽ ആവും അല്ലേ? ആ ഇമോഷണൽ ആവുന്നത് നമ്മളൊന്ന് പ്രാക്ടിക്കലായിട്ട് കൂടി നമുക്ക് ലൈഫ് ജീവിക്കാൻ മുന്നോട്ട് പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യമാണ്. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്ങിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ വേൾഡ് കാർഡാണ് ഇവിടെ. വേൾഡ് എന്ന് പറയുമ്പോൾ ഒരു എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന് പറയൂ ഇതിനെ ആക്ച്വലി. ഓക്കെ, എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ എൻഡ് ചെയ്യുന്ന നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ എൻഡിങ് കഴിയുമ്പോൾ പക്ഷെ നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് വരുന്നു എന്നാണ്. എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് വേറെ നല്ലത് വരുന്നു എന്നുള്ള ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് ജോലിയുടെ കാര്യത്തിലായിരിക്കാം. എന്തെങ്കിലും നിങ്ങളൊരു ജോലി വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു വേറെ പുതിയ ജോലി നിങ്ങൾക്ക് വരും. അല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഓക്കെ, നിങ്ങൾ ഉള്ള ജോലിയിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ നല്ല ബ്ലെസ്സിങ് ആയിട്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരുമെന്ന് പറയാം. ചിലവർക്ക് ട്രാവലിൻ്റെ കാർഡാണ്. വേൾഡ് പറയുമ്പോൾ ട്രാവലാണ്. ചിലവർ ട്രാവലിംഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വരും. നിങ്ങൾക്ക് എന്തെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു യാത്ര പോകാനുള്ള സാധ്യതയാണ്, മാറ്റത്തിൻ്റെ സാധ്യതയാണ്. സ്ഥലം മാറ്റമാവാം, പുറമേ പോകുന്ന കാര്യമായിരിക്കാം. ജസ്റ്റ് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അല്ലെങ്കിൽ ജോലി ജസ്റ്റ് മാറുന്നത്, നല്ലൊരു ജോലിയിലേക്ക് മാറുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിന് നടക്കും. ഒരു വേൾഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ഒരു മാറ്റം, പുതിയ തുടക്കം, മാറ്റം, ചേഞ്ച്, യാത്ര, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ചിലവർക്ക് യാത്രകൾ വേണ്ടി വരുമെന്ന് പറയാം. ചിലവർക്ക് ജസ്റ്റ് നിങ്ങളുടെ ബിസിനസ്സിനോ ജോലിക്കോ കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു യാത്രകൾ വേണ്ടി വരും ചിലപ്പോൾ. അതുകൊണ്ട് പക്ഷെ നിങ്ങൾക്ക് ഗുണം കിട്ടും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടും, പേടിക്കാനില്ല. ഓക്കെ, ആ യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പുറമേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അങ്ങനത്തെ യാത്രകൾ ചിലപ്പോൾ പോസിബിൾ ആണ്. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടക്കും. ഓക്കെ, രണ്ടാമത്തെ ബ്ലെസ്സിങ് നമ്മൾ പറയുന്നത് ഇവിടെ ലവേഴ്സ് കാർഡാണ്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ബന്ധങ്ങളുടെ ആണ്. ആദ്യത്തെ കാര്യം നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുക. ബന്ധങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ലൊരു ബന്ധം, ഓക്കെ, ഓൾറെഡി ഉള്ള ബന്ധമാണെങ്കിൽ അത് ബെറ്റർ ആവും എന്ന് പറയാം. നിങ്ങൾ റീയൂണിയൻ, നിങ്ങളിപ്പോൾ സെപ്പറേഷനിലോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ റീയൂണിയൻ വരുമെന്ന് പറയാം. ഓക്കെ, നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ, ഒരു സോൾമേറ്റ്, ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു എന്താ പറയുക, പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വന്ന് സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ചിലവർക്ക്
ഓൾറെഡി ഉള്ള ബന്ധം ഞാൻ പറഞ്ഞു ആണെങ്കിൽ അത് ബെറ്റർ ആവും. ഓക്കെ, ബന്ധങ്ങൾ അകന്നുപോയ ആരെങ്കിലും ആണെങ്കിൽ അവർ തിരിച്ചു വരാനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ പുതിയതായിട്ടായാലും ഓക്കെ ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു ബ്ലെസ്സിങ് ആയിട്ടൊരു ബന്ധം വരുന്നു എന്ന് പറയാം. ഓക്കെ, സ്നേഹത്തോടെയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങോടെയുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് വരുന്നു. ആൻഡ് ഈ കാർഡ് നമ്മൾ വേറൊരു തരത്തിൽ പറയുമ്പോൾ ബിസിനസ് അങ്ങനത്തെ വേറെ നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചോയ്സിൻ്റെ കാര്യം പറയും. ഓക്കെ, ഒരു തീരുമാനം, ഒരു ചോയ്സ് നിങ്ങളുടെ മുമ്പിൽ. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ഒരു ചോയ്സ് ഉണ്ടാവാം. ഒരു തീരുമാനം എടുക്കേണ്ട സമയമായിരിക്കാം. ആ തീരുമാനം പക്ഷെ നിങ്ങൾക്ക് നല്ലതിനായിരിക്കും, പേടിക്കേണ്ട. അതിൽ എന്ത് തീരുമാനം നിങ്ങൾ എടുത്താലും അത് നിങ്ങൾക്ക് നല്ലതിലേക്ക് തന്നെ എത്തിക്കും, അത് വേറെ കാര്യം. ഒരു ചോയ്സ് എടുക്കേണ്ട ഒരു സമയമായിരിക്കും. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, അതിനൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടാവും. നല്ലൊരു തീരുമാനം എടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ, വീൽ ഓഫ് ഫോർച്യൂൺ നമ്മൾ മൂന്നാമത്തെ ബ്ലെസ്സിങ് പറയുമ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ഭാഗ്യത്തിൻ്റെ കാര്യമാണ്. ഓക്കെ, ഭാഗ്യം നിങ്ങളുടെ ഭാഗത്ത് വരും, ലക്ക് നിങ്ങളുടെ ഭാഗത്ത് വരും. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും തടസ്സങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറി വരും എന്ന് പറയാം. ഓക്കെ, പിന്നിൽ എന്തായിരുന്നോ, ഇത്രയും കാലം എന്തായിരുന്നോ അതിൽ നിന്ന് മാറിയിട്ട് ഒരു മാറ്റം എന്നാണ് പറയുക. കറങ്ങി തിരിഞ്ഞ് നമ്മൾ വീല് തിരിയുമ്പോൾ എന്താ ഉണ്ടാവുക, എന്തെങ്കിലും നമ്മൾ പഴയത് എന്തായിരുന്നോ അത് മാറി വേറൊരു ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ പുതിയത് നല്ലതിലേക്ക് വരും എന്ന് പറയാം. അപ്പോൾ ഒരു നല്ല മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല നിങ്ങൾ നല്ല സമയമായിരുന്നെങ്കിൽ ഓക്കെ, യെസ്, നെഗറ്റീവും വരാനുള്ള സാധ്യത. പക്ഷെ നമ്മളിവിടെ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ മോശമായിരുന്നു എന്ന് നമുക്ക് കണക്കാക്കാം. അപ്പോൾ മുന്നോട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് വരുന്നു. ചിലവർക്ക് വളരെ ലക്കായിട്ട് ഭാഗ്യം പോലെ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കാം. ഓക്കെ, ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ, പക്ഷെ ഒരു സമയമാറ്റം, ഒരു പെട്ടെന്നൊരു ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് മാറി നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് നടക്കാം, മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ്. ഓക്കെ, എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് പൈസയുടെ പണത്തിൻ്റെ കാര്യം ഇഷ്യൂ, ജോലിയുടെ കാര്യം ഇഷ്യൂ, എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇനി നിങ്ങളുടെ ഭാഗത്തേക്ക് ലക്ക് വന്ന് നിങ്ങൾക്കൊരു മുന്നോട്ടൊരു നല്ല ഫ്യൂച്ചർ എന്ന രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് വേൾഡ് വീൽ ഓഫ് ഫോർച്യൂൺ എപ്പോഴും നമുക്ക് ഓൾമോസ്റ്റ് സെയിം എനർജിയാണ്. ഒരു എൻഡിങ് കഴിഞ്ഞൊരു ന്യൂ ബിഗിനിങ് എന്ന് പറയാം, ഒരു മാറ്റം എന്ന് പറയാം, നമ്മൾ അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് പറയാം. സോ തീർച്ചയായിട്ടും അപ്പോൾ ഈ രണ്ട് കാര്യം ഓൾമോസ്റ്റ് സെയിം ആണ് പറയുന്നത്. ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു എന്ന്. ഓക്കെ, പക്ഷേ എപ്പോഴും ഈ ലൈഫിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ അഗെയിൻ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില എൻഡിങ്സ് ആവശ്യമാണ്. ഓക്കെ, ചില എൻഡിങ്സ് വരുമ്പോഴേ നമുക്ക് പുതിയ ന്യൂ ബിഗിനിങ് വരുള്ളൂ. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല നിങ്ങളൊരു അവനവനെ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ പഠിക്കണം. അവനവനിൽ നിങ്ങളൊരു ബാലൻസ് കണ്ടെത്തണം. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ, അതായത് ഓവർ ഇമോഷണൽ ആവാതെ കാര്യങ്ങൾ ചെയ്യാനും ഓവർ പ്രാക്ടിക്കലും ആവാൻ പാടില്ല. ഓക്കെ, രണ്ടും ഇല്ലാതെ നിങ്ങളൊരു ബാലൻസിൽ നിന്ന്, അതായത് എല്ലാ കാര്യവും നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കി ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ആ ഒരു കാര്യങ്ങളെ നമ്മൾ ഡീൽ ചെയ്യാൻ പഠിക്കാം. ഓക്കെ, ഞാൻ ഓവറായിട്ട് പ്രാക്ടിക്കലും ആവില്ല, ഓവറായിട്ട് ഇമോഷണൽ. എന്തെങ്കിലും സങ്കടങ്ങൾ വരുമ്പോൾ ഓവറായിട്ട് സങ്കടപ്പെടില്ല. ഓക്കെ, സന്തോഷങ്ങൾ വരുമ്പോൾ ഓവറായിട്ട് സന്തോഷിക്കില്ല. അതിനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിച്ചാൽ എന്തും വരുന്നത് എല്ലാം ചില നിയോഗങ്ങളാണ്, ചില വിധിപ്രകാരം ചിലത് നടക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ എന്തും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങൾ ബാലൻസ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, സങ്കടങ്ങൾ വന്നു കഴിഞ്ഞാൽ വിചാരിക്കേണ്ട അയ്യോ അങ്ങനെ എനിക്കിനി സങ്കടം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ എന്താവും, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ മാറ്റങ്ങൾ നിങ്ങളിൽ എങ്ങനെ വരും അല്ലേ? കാരണം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഓരോന്നും നമ്മൾ അതിൻ്റെതായ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് തളർന്നു പോകും. നമ്മൾ സങ്കടങ്ങൾ വരുമ്പോഴേക്കും എൻ്റെ ലൈഫിലെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് നിങ്ങൾ ഇമോഷണലായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ മാറ്റിയെടുക്കാനുള്ള ഒരു ഒന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലേ? അപ്പം അതിനെ മാറ്റിയെടുക്കാൻ തുടങ്ങുക, പഠിക്കുക, എന്താണ് പഠിക്കേണ്ട ലെസൺസ് എന്താണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഭാഗ്യം നിങ്ങളുടെ കൂടെ നിൽക്കും, പക്ഷെ ആ കർമ്മം കൂടി വേണം അല്ലേ? കർമ്മം നമ്മൾ നല്ലത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, പ്രവൃത്തികൾ നമ്മൾ നല്ലത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സും ഭാഗ്യവും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കും. നിങ്ങൾ അവനവനെ ആദ്യം ബാലൻസ് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് നമ്മൾ ഹാപ്പിനെസ് ആൻഡ് ഗേറ്റ്വേ, സോളിറ്റ്യൂഡ് ഒന്നാണ്, രണ്ടാണ്. ഓക്കെ, ലവ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ബന്ധങ്ങളുടെ കാര്യം. ഓപ്പൺനെസ്, സക്സസ് ആൻഡ് സ്റ്റിൽനെസ്. റിലാക്സേഷൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊരല്പം റിലാക്സ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് ബോഡി റിലാക്സ് ചെയ്യുക. നിങ്ങളൊന്ന് സമാധാനപരമായിട്ട് നിങ്ങൾ കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതുണ്ട്.
ആൻഡ് നിങ്ങൾ മൈൻഡ് ഓപ്പൺ ആക്കി വെക്കുക. ഓക്കെ, എന്തും ഞാൻ പറഞ്ഞ പോലെ മൈൻഡ് ഓപ്പൺ ആക്കി വെക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, എന്തും വന്നാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മൈൻഡ് ഓപ്പൺ ആണ് എന്ന് പറയുമ്പോൾ, സങ്കടങ്ങൾ വന്നാൽ നമ്മൾ അതും സ്വീകരിക്കാൻ തയ്യാറാണ്, സന്തോഷങ്ങൾ വരുമ്പോൾ നമുക്ക് അതും ഓക്കെയാണ്. പക്ഷേ ഏതും നമ്മളെ ഓവറായിട്ട് ബാധിക്കാൻ നമ്മൾ വിടുന്നില്ല. ഓക്കെ, ആ രീതിക്ക് നിങ്ങളെ മൈൻഡ് ഓപ്പൺ ആക്കി വെക്കുക, ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കുക. ഓക്കെ, എന്ത് വരുന്നതും എന്ത് വന്നാലും അതൊക്കെ എല്ലാത്തിനും നല്ലതുണ്ടാവും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാം. ഞാൻ സക്സസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട്. സ്റ്റിൽനെസ് ആൻഡ് റിലാക്സേഷൻ രണ്ടും ഒന്നിച്ച് നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു കുറച്ചൊരു നിങ്ങൾ മെഡിറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ ചെയ്യേണ്ട കാര്യം ഉണ്ടാവും. ഓക്കെ, നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ചുകൂടി നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് സന്തോഷങ്ങൾ വരുന്നുണ്ട്, ഹാപ്പിനെസ് ഉണ്ട് ഇവിടെ. ഓക്കെ, സന്തോഷം വരും നിങ്ങൾക്ക് എന്ന് പറയാം. ഗേറ്റ് വേ എന്ന് പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി വഴികൾ ഓപ്പൺ ആവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വഴികൾ തെളിഞ്ഞ് കാണും എന്ന് പറയാം. സോളിറ്റ്യൂഡും ആക്ച്വലി യെസ്, കുറേ കാര്യം കാർഡ്സ് ഉണ്ട് ഇവിടെ. സോളിറ്റ്യൂഡ്, സ്റ്റിൽനെസ്, റിലാക്സേഷൻ എല്ലാം പറയുന്നത്, പിന്നെ ടെമ്പറൻസ്, ബാലൻസ്, ഇതെല്ലാം പറയുന്നത് നിങ്ങളൊന്ന് അവനവനിൽ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് തനിച്ചിരിക്കുക, കുറച്ച് തനിച്ച് അവനവനിലേക്ക് നോക്കാൻ തുടങ്ങുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അത് കഴിയുമ്പോൾ നിങ്ങളൊരു ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോൾ നിങ്ങൾക്ക് സക്സസ്സും ഹാപ്പിനെസ്സും എല്ലാം വരും. ഓക്കെ, ആൻഡ് ബന്ധങ്ങൾ, യെസ്, നിങ്ങളുടെ ലൈഫിൽ ലവും വരും, നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും വരും. ഓക്കെ, ഒരു പേഴ്സൺ ആയിരിക്കാം, ഓൾറെഡി ഉള്ള ചിലപ്പോൾ റിലേഷൻഷിപ്സ് നല്ലതാവുമെന്നായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾ ബാലൻസിൽ നിൽക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് ഏതും നിങ്ങളെ ഓവറായിട്ട് ബാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഒന്ന് അല്പം ഹേർട്ട് ചെയ്താലും എന്തെങ്കിലും അങ്ങനെ വല്ലതും ബിഹേവ് ചെയ്താൽ തന്നെ നിങ്ങളവിടെ അതിനെ കൂടുതൽ മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അവിടെ മറ്റുള്ളവർക്ക് കൂടി ആ ചേഞ്ചസ് വരും. ആക്ച്വലി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവരിൽ കൂടി മാറ്റങ്ങൾ വരും. ഓക്കെ, എല്ലാം എന്തായാലും ശരി, നിങ്ങളോട് പറയാം, മെഡിറ്റേഷനോ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങാം. ആൻഡ് യെസ്, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എല്ലാം നല്ല ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. ഓക്കെ, അതിന് വേണ്ടി പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി ഉണ്ട്, അതുകൂടി നിങ്ങൾ ചെയ്യാൻ പഠിക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.